ഹലോ ഓൾ. അപ്പം നമ്മൾ ഇനിയിപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആണ്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റിന്റെ ഒരു ഫിനാൻഷ്യൽ ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ഓപ്പറേഷൻ ആണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പബ്ലിക് എക്സ്പെൻഡിച്ചർ? പബ്ലിക് എക്സ്പെൻഡിച്ചർ ഈസ് ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ പബ്ലിക് അതോറിറ്റീസ്. പബ്ലിക് അതോറിറ്റീസ് ഇൻകർ ചെയ്യുന്ന എക്സ്പെൻഡിച്ചറുകളെയാണ് നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ഗവൺമെന്റ് അല്ലെങ്കിൽ പബ്ലിക് അതോറിറ്റീസ് ഇത്തരത്തിൽ എക്സ്പെൻഡിച്ചർ നടത്തുന്നത്? ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ കളക്റ്റീവ് നീഡ്സ് ഓഫ് ദി സിറ്റിസൺസിന്റെ കളക്റ്റീവ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഫോർ പ്രൊമോട്ടിംഗ് ദെയർ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ വെൽഫെയർ. അവരുടെ ഇക്കണോമിക് വെൽഫെയറും സോഷ്യൽ വെൽഫെയറും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. വാട്ട് ഈസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതാണ് എഴുതേണ്ടത്. ഇനി എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്, അല്ലെങ്കിൽ എന്താണ് ഈ പബ്ലിക് എക്സ്പെൻഡിച്ചറിന്റെ ഇമ്പോർട്ടൻസ്? ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഇറ്റ് അറൈസസ് ഫ്രം ദ fact that those services are provided by the government which might not otherwise be provided or which could not be provided by insignificant amount by private expenditure. പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ചില സർവീസുകൾ ഉണ്ടാവും, അത് ഗവൺമെന്റിനെ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു ഇന്റർവെൻഷനെ അത് കൊണ്ടേ നമുക്ക് എന്താണ് അത്തരം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഡിഫൻസ് എന്ന് പറയുന്നത് ഗവൺമെന്റിനെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെ? അപ്പൊ അല്ലെങ്കിൽ അല്ലാതെ ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് വന്ന് ഡിഫൻസ് നടത്താന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര സുരക്ഷിതരാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല, അല്ലെ? അപ്പൊ ഇത്തരം ഗവൺമെന്റിന് മാത്രം ചെയ്യാനാകുന്ന ചില സർവീസുകളുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചറിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇനി അത് മാത്രമല്ല റീസൺ, പല പല റീസൺസ് ഉണ്ട്. ഇറ്റ് ഓൾസോ അറൈസസ് ഫ്രം ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ക്രിയേറ്റ്സ് ഇൻകം. അത് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ടു വേരിയസ് ഇൻഡിവിജ്വൽസ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ? കാരണം ഇപ്പൊ നമ്മളൊരു പാലം പണിയാണെന്ന് വിചാരിക്കും, ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ പാലം പണിയാണെന്ന് വിചാരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ നമ്മൾ ഗുഡ്സ് വാങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ സർവീസസിനും നമ്മൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അതുവഴി എംപ്ലോയ്മെന്റ് കൂടും. അപ്പോൾ അതുകൊണ്ടും എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. ഇനി ഗവൺമെന്റ് റിസോഴ്സസ്, ചില റിസോഴ്സസുകൾ ഐഡിലായിട്ട് കിടക്കുന്നുണ്ടാവും. ആ ഐഡിലായിട്ടുള്ള റിസോഴ്സുകളെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കും? ഗവൺമെന്റിന് സാധിക്കും. അതുവഴി നാഷണൽ ഗ്രോത്ത് ഉണ്ടാകും. അപ്പൊ അവിടെയും എന്തുണ്ടാവാം? സോ ദർ കംസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഇനി നമ്മൾ എന്തിന് പബ്ലിക് എക്സ്പെൻഡിച്ചർ പഠിക്കണം, അനലൈസ് ചെയ്യണം? വൈ? ബിക്കോസ് ഗവൺമെന്റിന് ഒരു സൊസൈറ്റിയുടെ വെൽഫെയർ ആണ് വേണ്ടത്, അല്ലെ? അപ്പോൾ ഇങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്താൽ മാത്രം പോരെ. നമുക്കറിയാം പുവർ പീപ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ ഇക്കോണമിയിൽ ഓൾഡ് ഏജ് പെൻഷനൊക്കെ വാങ്ങുന്നത് നമുക്കറിയാം. ഇപ്പോൾ ഓൾഡ് ഏജ് പെൻഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ ഓൾഡ് ഏജ് പെൻഷൻ? ഇതിനൊക്കെ നമ്മൾ എന്താ പറയാറ്? ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയാറുണ്ട്, അല്ലെ? അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം സ്കോളർഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സയന്റിഫിക് ടെമ്പർമെന്റ്, അതായത് ഇപ്പോൾ KVPY പോലുള്ള എക്സാമുകളൊക്കെ നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പല സ്കോളർഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഗവൺമെന്റ് അത് എന്താണ് അതിൽ നിന്ന് വേറെ ബെനിഫിറ്റ്, സ്കോളർഷിപ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഭാവിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവും എന്ന് വിചാരിക്കും. പക്ഷെ ഓൾഡ് ഏജ് പെൻഷനൊക്കെ കൊടുക്കുമ്പോൾ ഒബ്വിയസ്ലി എന്ത് കിട്ടുന്നുണ്ട്? വേറെ റിട്ടേൺസ് വരുന്നില്ല, അല്ലെ? അപ്പോൾ അവിടെ എന്താണ് നാഷണൽ ഇൻകം ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൈലി കൺസംഷൻ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകാം. അല്ലാത്ത രീതിയിലേക്ക് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്, അല്ലെ? അപ്പോൾ ഗ്രോത്ത് ഉണ്ടാകാം, ഉണ്ടാവാതിരിക്കാം. മനസ്സിലായോ? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് നമുക്ക് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അവിടെയാണ് നമ്മുടെ പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ അനലൈസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ, അപ്പോൾ നമുക്ക് ഈ ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ തിയറീസ് ഒക്കെ പഠിക്കുന്നത് വഴി നമുക്ക് എന്ത് സാധിക്കും? വി ക്യാൻ അനലൈസ് ദ ഇമ്പാക്ട് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ഇമ്പാക്റ്റിനെ അനലൈസ് ചെയ്യാം. ഏതിലൊക്കെ? ലെവൽ ഓഫ് എംപ്ലോയ്മെന്റ്, ലെവൽ ഓഫ് പ്രൊഡക്ഷൻ, ഇൻകം, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഇൻ ദ ഇക്കോണമി. ഇതിലൊക്കെ എങ്ങനെയൊക്കെയാണ് ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് എന്നെല്ലാം നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ അനാലിസിസ് എന്തിനു ഉപകാരപ്പെടും? ഗവൺമെന്റിന്റെ പോളിസി മേക്കിങ്ങിൽ ഉപകാരപ്പെടും. അപ്പോൾ ദെർഫോർ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്.
പിന്നെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചേഴ്സും അതുപോലെ തന്നെ ടാക്സസും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഇന്നത്തെ ഒരു ഡെയിലി ലൈഫിൽ. ദ ടോട്ടൽ വോളിയം ഓഫ് ഗവൺമെൻറ് സ്പെൻഡിങ് പ്രൊവൈഡ്സ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദ ഗവൺമെൻറ് ഇൻ നാഷണൽ ഇക്കണോമിക് അഫയേഴ്സ്. നാഷണൽ ഇക്കണോമിക് അഫയേഴ്സിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കാണിക്കാനായിട്ട് ഈ വോളിയം ഓഫ് ഗവൺമെൻറ് സ്പെൻഡിങ് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഗവൺമെൻറ് നാഷണൽ ഇക്കണോമിക് അഫയേഴ്സിൽ ഇടപെടുന്നത് എന്നുള്ളത്. ദ സെൻട്രൽ ഇൻസ്ട്രുമെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ പോളിസി ഇസ് ദ ബജറ്റ്. ബജറ്റാണ് എക്സ്പെൻഡിച്ചർ പോളിസിയുടെ സെൻട്രൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഹവർ ഇൻ സ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഹാസ് ഇൻക്രീസ്ഡ് റാപ്പിഡ്ലി, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓൾമോസ്റ്റ് എവറി സ്റ്റേറ്റിലും എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻ സ്പൈറ്റ് ഓഫ് ഇറ്റ്സ് ഗ്രോയിങ് റോൾ, അതിൻ്റെ റോൾ എന്താണ് ഇന്നും വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇമ്പോർട്ടൻസ് ഇൻ നാഷണൽ ഇക്കണോമീസിലൊക്കെ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ഏരിയ ഇന്നും അൺഎക്സ്പ്ലോർഡ് ആണ്. ലോവൽ ഹാരിസ് എന്ന് പറയുന്ന ഇക്കണോമിസ്റ്റ് പറയുന്നത്, ഇക്കണോമിസ്റ്റ് ഹാവ് ജനറലി കോൺസെൻട്രേറ്റഡ് ദെയർ അറ്റൻഷൻ ഓൺ തിയറി ഓഫ് ടാക്സേഷനിൽ ഒത്തിരി തിയറീസ് വരുന്നുണ്ട്. ആളുകൾ, അതായത് ഒത്തിരി ഇക്കണോമിസ്റ്റുകൾ കൂടുതൽ ഫോക്കസ് എടുക്കുന്ന തിയറി ഓഫ് ടാക്സേഷനിലാണ്. തിയറി ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഹാസ് ബീൻ മോർ ഓർ ലെസ് കൺഫൈൻഡ് ടു ദാറ്റ് generalities in terms of the effects of public expenditure on employment and prices. അപ്പോൾ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നാണ് ലോവൽ ഹാരിസ് എന്ന് പറയുന്ന ഇക്കണോമിസ്റ്റ് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗ്രോത്ത് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചറിന്റെ ഗ്രോത്ത് ഉണ്ടായത്? എമംഗ് ദ പോളിസി ഇൻസ്ട്രുമെന്റ്സ് അവൈലബിൾ ടു ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇറ്റ്സ് സൈസ് ആൻഡ് പാറ്റേൺ അസ്യൂംസ് എ ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇന്ത്യ പോലൊരു രാജ്യത്ത് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഒരു ടൂളിന്. ഹെൻസ് അനാലിസിസ് ആൻഡ് സ്റ്റഡീസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ പ്രഷർ ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ടെൻസ് ടു ഇൻക്രീസ്. എപ്പോഴും ഡെവലപ്പിംഗ് കൺട്രീസിൽ എന്താണ് ഈ ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്താണ് കൂടാനാണ് സാധ്യത. അതായത് എപ്പോഴും പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടും ബിക്കോസ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷനാണ്. പിന്നെ സ്ട്രോങ് ലോക്കൽ ഒപ്പീനിയൻസ് വരുന്നു, സ്ട്രോങ് വേൾഡ് ഒപ്പീനിയൻസ് വരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരിൽ എപ്പോഴും എന്താണ് എക്സ്പെൻഡിച്ചർ കൂടാനാണ് സാധ്യത. ബിസൈഡ്സ് ദർ ഹാസ് ബീൻ സഡൻ അവേക്കനിങ് അമംഗ് ദ പീപ്പിൾ ഫോർ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഇംപ്രൂവ്മെൻറ്റ്സ്. അതുപോലെ തന്നെ ആളുകൾക്കിടയിലായാലും ഇക്കണോമിക് ഇംപ്രൂവ്മെൻറ്റിനെ പറ്റിയും സോഷ്യൽ ഇംപ്രൂവ്മെൻറ്റിനെ പറ്റിയും ഒരു അവയർനെസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും എന്താണ് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ദ ഫുൾഫിൽമെന്റ് ഓഫ് സച്ച് aspirations affects the rate of growth of public expenditure. All these factors coupled with the need of defense were responsible for the growth of public expenditure. നമുക്കറിയാം ഇന്ത്യയുടെ ബജറ്റിലെ ഒരു സിംഹഭാഗവും പോകുന്നത് നമ്മുടെ ഡിഫൻസിലേക്കാണ് അല്ലെ. അപ്പോൾ എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ സ്വാധീനിക്കുന്നതായിട്ട് ഉണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇക്കണോമിക് ക്ലാസിഫിക്കേഷൻ ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇക്കണോമിക് ക്ലാസിഫിക്കേഷൻ ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ദ എക്സ്പെൻഡിച്ചർ ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 classes. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് എക്സ്പെൻഡിച്ചർ ഓൺ റവന്യൂ അക്കൗണ്ടും അതുപോലെ എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇങ്ങനെ 2ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി റവന്യൂ അക്കൗണ്ട്, എക്സ്പെൻഡിച്ചർ ഓൺ റവന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ടാക്സ് റവന്യൂ വരുന്നുണ്ട്, നോൺ ടാക്സ് റവന്യൂ വരുന്നുണ്ട്. ഇങ്ങനെ റവന്യൂവിൽ നിന്നും നമ്മൾ ചിലവാക്കുന്നതിനെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ ഓൺ റവന്യൂ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് അടുത്തത്. എക്സ്പെൻഡിച്ചർ ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ റിസീപ്റ്റ്സിൽ നിന്ന് കിട്ടുന്നത്, അതായത് മാർക്കറ്റ് loans, borrowing by government from the Reserve Bank of India and other parties, loans received from foreign governments, international financial institutions, recoveries, loans granted by central government to state level government and other parties. അതായത് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ബോറോ ചെയ്യുന്നതായിരിക്കും. മനസ്സിലായോ? എവിടെന്നെങ്കിലും നമ്മൾ കടം വാങ്ങുന്നതിൻ്റെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട്, അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന പണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോറോ ചെയ്ത് കിട്ടുന്ന പണമാണ്. അത് ചെലവാക്കുന്നതാണ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഈ എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിലെന്തുണ്ടാവും? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ അക്വിസിഷൻ ഓഫ് അസറ്റ്സ്. അസറ്റ് അക്വിസിഷന് വേണ്ടിയിട്ടായിരിക്കും. ലാൻഡ്, ബിൽഡിങ്സ്, മെഷീനറി, എക്യുപ്മെന്റ്സ്, ഇതൊക്കെ
അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചറിൽ എന്തായിരിക്കും, അതൊരിക്കലും എന്താണ് അസറ്റ് ക്രിയേഷൻ നടത്തുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പം ഇനി അടുത്തത് വരുന്നതാണ് ഡെവലപ്മെന്റ് ആൻഡ് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ, ആർട്ട്, കൾച്ചർ, സയന്റിഫിക് സർവീസസ്, മെഡിക്കൽ ആൻഡ് ഫാമിലി വെൽഫെയർ, പബ്ലിക് ഹെൽത്ത്, ലേബർ, എംപ്ലോയ്മെന്റ്, ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് അതർ കമ്മ്യൂണിറ്റി സർവീസസ് ഒക്കെ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ, അതായത് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വരുന്ന ചെലവുകളെയാണ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സോഷ്യൽ ആൻഡ് കമ്മ്യൂണിറ്റി സർവീസസ് എന്ന് പറയുന്നു. ഇത് കൂടാതെ മറ്റ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്. അതായത് ഇപ്പം ഇക്കണോമിക് സർവീസസ്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ അലൈഡ് സർവീസുകൾ, ഇൻഡസ്ട്രീസ് ആൻഡ് മിനറൽസ്, ഫോറിൻ ട്രേഡ് ആൻഡ് എക്സ്പോർട്ട് പ്രൊമോഷൻ, വാട്ടർ ആൻഡ് പവർ ഡെവലപ്മെന്റ്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇവിടെയൊക്കെ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഡെവലപ്മെന്റ് വരുന്നതിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ ആൻഡ് കമ്മ്യൂണിറ്റി സർവീസസിൽ വരുന്ന എക്സ്പെൻഡിച്ചർ, അതുപോലെ തന്നെ ഇക്കണോമിക് സർവീസസിൽ വരുന്ന എക്സ്പെൻഡിച്ചർ, ഗ്രാൻസ് ഇൻ എയ്ഡ് ടു സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസിൽ നിന്ന് വരുന്ന എക്സ്പെൻഡിച്ചർ, ഇതിനെയൊക്കെ നമ്മൾ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. പിന്നെ നമുക്ക് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. അതിൽ വരുന്നതാണ് കളക്ഷൻ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്, കറൻസി, കോയിനേജ്, ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്, അതുപോലെ തന്നെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, പോലീസുകാർക്ക്, അതായത് പോലീസിന്, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്സിനൊക്കെ വെക്കുമ്പോൾ അതിന് വരുന്ന എക്സ്പെൻഡിച്ചർ, അതുപോലെ തന്നെ നമുക്ക് റിട്ടയർമെന്റിന് നമ്മൾ ബെനിഫിറ്റ്സ് കൊടുക്കുമ്പോൾ ആ എക്സ്പെൻഡിച്ചർ, അത്തരത്തിൽ വരുന്നതിനെയാണ് നമ്മൾ നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത് വരുന്ന ഒരു എക്സ്പെൻഡിച്ചർ ആണ് പ്ലാൻഡും നോൺ പ്ലാൻഡ് എക്സ്പെൻഡിച്ചറും. നോൺ പ്ലാൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ പ്ലാനിൽ വരാത്തത് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറിൽ പെടുത്തുന്നു. ഇനി അതിൽ എന്തൊക്കെ വരുന്നുണ്ട്, അതിൽ തന്നെ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറും നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറും വരുന്നുണ്ട്. ഇനി ഗവൺമെന്റിന്റെ പ്ലാനിൽ വന്നിട്ടുള്ളത്, അതായത് കൃത്യമായിട്ടൊരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉള്ള എക്സ്പെൻഡിച്ചർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് പ്ലാൻഡ് എക്സ്പെൻഡിച്ചർ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ്, ഇപ്പം കോവിഡ് പോലൊരു സിറ്റുവേഷൻ വന്നപ്പോൾ പെട്ടെന്നായിരുന്നു ഗവൺമെന്റിന് എന്ത് ചെയ്യേണ്ടത് വന്ന് ഗവൺമെന്റിന്റെ ഒരു പദ്ധതികളും കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് ചെയ്യേണ്ടി വന്നതായിരുന്നു. അപ്പൊ അതെന്താണ്, നോൺ പ്ലാൻഡ് എക്സ്പെൻഡിച്ചർ ആണ്. പക്ഷെ അവിടെ എന്താണ്, ഗവൺമെന്റിന് ചെലവ് ചെയ്യാതിരിക്കാനായിട്ട് പറ്റൂല. മനസ്സിലായോ? അപ്പോൾ പ്ലാൻഡും നോൺ പ്ലാൻഡും അപ്പൊ ഇരുന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ, ഗവൺമെന്റിന്റെ പ്ലാനിലുള്ളത്. നോൺ പ്ലാൻഡ് എന്ന് പറഞ്ഞാൽ പ്ലാനിൽ ഇല്ലാത്തത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റീസൺസ് ഫോർ ഗ്രോത്ത് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ഗ്രോത്തിനുള്ള റീസൺസ് എന്തൊക്കെയാണെന്നാണ്. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ സ്റ്റേറ്റിൻ്റെ ആക്ടിവിറ്റീസിൽ വരുന്ന ഇൻക്രീസ്. അതായത് ഇപ്പോൾ ഒരു മോഡേൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വെൽഫെയർ സ്റ്റേറ്റ്, ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ്. അപ്പോൾ അതെപ്പോഴും എന്താണ്, അതിൻ്റെ ഇക്കണോമിക് ആക്ടിവിറ്റീസ്, സോഷ്യൽ ആക്ടിവിറ്റീസ്, പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് എല്ലാം ഇൻക്രീസ് ചെയ്യും ഫോർ ദ വെൽബീയിങ് ഓഫ് ദി സിറ്റിസൻസിൻ്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യണം, കൂടുതൽ ഇക്കണോമിക് ആക്ടിവിറ്റീസ് സ്റ്റേറ്റ് അണ്ടർടേക്ക് ചെയ്യണം, കൂടുതൽ ഇക്കണോമിക് ആക്ടിവിറ്റീസ് നടപ്പിലാക്കണം. അപ്പോൾ ഹെൽത്ത് സർവീസസ് കൊടുക്കണം, സോഷ്യൽ സെക്യൂരിറ്റി കൊടുക്കണം, അതുപോലെ തന്നെ പുവറിന് ഹൗസിങ് കൊടുക്കണം, ഫുഡിൽ സബ്സിഡീസ് കൊടുക്കണം. നമുക്കറിയാം റേഷനിങ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ലൈഫ് മിഷൻ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി, അതെന്തിനാണ്, ഹൗസിങ് ഫോർ ദ പുവറാണ്. അപ്പം ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒരു സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്താണ്, പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ ഒരു ഗ്രോത്ത് ആണ് ഉണ്ടാകുന്നത്. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് സീംസ് ദ ഹോൾ കീ ഓഫ് ദ പ്രോഗ്രസ് ഓഫ് ദി ഇക്കോണമി. കാരണം ഒരു ഡെവലപ്പിംഗ് കൺട്രി, ഇന്ത്യ പോലൊരു ഡെവലപ്പിംഗ് കൺട്രിയിൽ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും, ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും. അതായത് ഇപ്പോൾ ഫാമേഴ്സിന് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ ഗ്യാരണ്ടി പ്രൈസസ്, മിനിമം ഗ്യാരണ്ടി പ്രൈസസ്, അതുപോലെ താരിഫ് പ്രൊട്ടക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് എന്താണ്, അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിന് വേണ്ട ചിലവുകൾ കൂടും. സോ അതിലാണ് ഉണ്ടാകുന്നത് പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ ഗ്രോത്തിലേക്ക് നയിക്കും.
ഇനി അടുത്തൊരു റീസണാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ വേൾഡ് ഡിപ്രഷന് ശേഷം ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതെന്തിലേക്ക് നയിച്ചു? ഇറ്റ് ബ്രോട്ട് എ ഹാപ്പിയർ ലൈഫ്, ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഇൻക്രീസ്ഡ് എഫിഷ്യൻസി, റൈസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഓൾ കമോഡിറ്റീസ് ടു എ സഫിഷ്യൻറ്റ് ലെവൽ. അത് മാത്രമല്ല ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് മൊണോപ്പൊളീസിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. അതെന്തിനാ? കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ടു പ്രൊവൈഡ് കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് റെഡ്യൂസ്ഡ് കോസ്റ്റ്. അപ്പോൾ കൺസ്യൂമറിന് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്താണ് റെഡ്യൂസ്ഡ് കോസ്റ്റിൽ കിട്ടാനായിട്ട് കാരണമാക്കും. അങ്ങനെ നാച്ചുറലി അതെന്ത് ചെയ്യുന്നുണ്ട്, ഗ്രേറ്റർ ഷെയർ ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചറിന് കാരണമായിട്ടുണ്ട്. നാലാമത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ റൈസിങ് ട്രെൻഡ് ഓഫ് പ്രൈസസ് കൂടുന്നത്. Public expenditure has been increasing in every country of the world due to rising trend of prices. പ്രൈസ് എപ്പോഴെന്നാണ് റൈസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുക. വിത്ത് അഡ്വാൻസ് ഓഫ് പ്രൈസ് ലെവൽ ഗവൺമെൻറ് ഹാവ് ബീൻ കമ്പൽഡ് ടു പേ മോർ ഫോർ ദ കമോഡിറ്റീസ് ആൻഡ് സർവീസസ് ദാറ്റ് ദേ ഡിസയർ. അപ്പോൾ ഗവൺമെൻറ്റിന് വേണ്ടി വരുന്ന കമോഡിറ്റീസ് ഉണ്ടാവും, സർവീസസ് ഉണ്ടാവും, അതിനെന്ത് ചെയ്യണം, കൂടുതൽ സാലറീസ് കൊടുക്കണം, അല്ലെങ്കിൽ കൂടുതൽ പൈസയ്ക്ക് അത് വാങ്ങേണ്ടി വരും. അപ്പോൾ ഡിയർനെസ് അലവൻസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ്, അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിന് അലവൻസസ് കൊടുക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ എക്സ്പാൻഷന് കാരണമാകുന്നുണ്ട്. ഓൾ ദ എക്സ്പാൻഷൻ മേ നോട്ട് റെപ്രസെൻറ്റ് മോർ പബ്ലിക് ആക്ടിവിറ്റി. അപ്പോൾ ഈ എക്സ്പാൻഷൻ എന്താണ്, കൂടുതൽ പബ്ലിക് ആക്ടിവിറ്റി അല്ല റെപ്രസെൻറ്റ് ചെയ്യുന്നത്, പകരം എന്താണ്, സെയിം ആക്ടിവിറ്റിക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ പൈസ ചിലവാക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷനാണ് ഇത് കാണിക്കുന്നത്. ഇനി അടുത്തതാണ് ഗ്രോത്ത് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഗ്രോത്ത് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ് മറ്റൊരു ഫാക്ടർ വിച്ച് കോൺട്രിബ്യൂട്ട് ടു ദ ഗ്രോത്ത് ഓഫ് ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഈ ഒരു ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എക്സ്പാൻഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, സ്റ്റേറ്റിന് അതുമായി എന്താണ് ക്വിക്ക് ആൻഡ് എഫിഷ്യൻറ്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് കൊണ്ടുവരേണ്ടതായിട്ട് വരും. ഗവൺമെൻറ് എന്ത് ചെയ്യും, ഗവൺമെൻറ് ഈസ് സപ്പോസ് ടു റൺ ദീസ് സർവീസസ് ഈവൻ അറ്റ് നോ പ്രോഫിറ്റ് നോ ലോസ് ബേസിസ്. ചില സമയത്ത് ഗവൺമെൻറ്റിന് നോ പ്രോഫിറ്റ് നോ ലോസ് ബേസിസിൽ എന്ത് ചെയ്യേണ്ടി വരും, ഈ സർവീസുകൾ ഓടിക്കേണ്ടതായിട്ട് വരും. Government in backward and underdevelopment countries have to make a huge investment in railway, road, communication. ഈ ഫെസിലിറ്റീസിലൊക്കെ ഗവൺമെൻറ്റിന് എന്താണ് കൂടുതലായിട്ട് ചിലവുകൾ നടത്തേണ്ടതായിട്ട് വരാറുണ്ട്. ആറാമത്തെ ഒരു പോയിൻ്റാണ് റൂറൽ ഡെവലപ്മെൻറ്റ് സ്കീംസ്. ഗവൺമെൻറ് കൂടുതൽ മണി സ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു ഏരിയയാണ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യ പോലൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം റൂറൽ ഏരിയാസാണ് കൂടുതലുള്ളത്. അപ്പോൾ അവിടെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണം, എന്നാലേ മെജോറിറ്റി ഓഫ് ദ ജനങ്ങളിലേക്ക് എന്തെത്തുന്നുള്ളൂ, ഈ ഡെവലപ്മെൻറ്റ് എത്തുള്ളൂ. സോ അതിനുവേണ്ടി ഒത്തിരി സ്കീംസ് നടപ്പിലാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വരുന്ന എക്സ്പെൻഡിച്ചർ കൂടും. പിന്നെ നീഡ് ഫോർ ഡിഫെൻസിനാണ് നമ്മുടെ മേജർ പാർട്ട് ഓഫ് ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ നമ്മൾ പോകുന്നത്. അപ്പോൾ ഡിഫെൻസ് ഓരോ തരത്തിലുള്ള ടെക്നോളജി ഡെവലപ്പ് ആകുമ്പോഴും അതനുസരിച്ചിട്ടുള്ള വാർ ടെക്നിക്സിൽ മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്താണ്, ഒത്തിരി പണം ചിലവാകുന്നുണ്ട്. സോ ദിസ് ലീഡ്സ് ടു ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഗ്രോത്ത് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ. പിന്നെ പോപ്പുലേഷൻ റൈസ് ഇൻ പോപ്പുലേഷൻ. നമുക്കറിയാം, ആളുകൾ കൂടുന്തോറും നമുക്ക് എന്താ, അതനുസരിച്ചിട്ടാണ് ഗവൺമെൻറ്റിന് ചിലവുകൾ കൂടും. സോ അതെന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോത്ത് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചറിന് കാരണമാകുന്നുണ്ട്. കാരണം അവിടെ നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റിന് ബെയർ ചെയ്യണം, അതുപോലെ തന്നെ എന്താണ്, പോവേർട്ടി ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ബെയർ ചെയ്യണം, ഹൗസിങ്, സാനിറ്റേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഒരു ഓവർ പോപ്പുലേറ്റഡ് കൺട്രിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതതിൻ്റെ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷനെ ചെക്ക് ചെയ്യണം, അതായത് അതിൻ്റെ മെഷേഴ്സ് എടുക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ ഉള്ള ആളുകളെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമുക്ക് സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വവുമുണ്ട്. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടും. പിന്നെ അർബനൈസേഷൻ ആണ് മറ്റൊരു ഫാക്ടർ. കാരണം അർബനൈസേഷൻ വരുമ്പോൾ അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടുതലായിട്ട് വരും. പിന്നെ to check the business fluctuations, fiscal policy has been recognized as a controlling measure during cyclical fluctuations. Cyclical fluctuationsൽ കൺട്രോൾ ചെയ്യുന്നൊരു
ഫ്ലക്ച്വേഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഫിസ്ക്കൽ പോളിസി. ഗവൺമെൻറ്റിന് എന്ത് ചെയ്യേണ്ടി വരും? ഹാസ് ടു സ്പെൻഡ് എ ഹ്യൂജ് എമൗണ്ട്. ഡിപ്രഷൻ പീരീഡ് അല്ലെങ്കിൽ റിസഷൻ പീരീഡിൽ കൂടുതൽ എമൗണ്ട് ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടാണ്? ഇക്കണോമിക് ഗ്രോത്തിൻ്റെ ലോവറിങ് ടെൻഡൻസിയെ മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? അവിടെ പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ ഒരു ഗ്രോത്താണ് ഉണ്ടാകുന്നത്. അടുത്തൊരു റീസണാണ് ഡിഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. ജനറലി ദർ ആർ എക്സ്ട്രാവഗൻസസ് ആൻഡ് വേസ്റ്റേജ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ആസ് ദീസ് അൺനെസസറിലി ക്രിയേറ്റ് മൾട്ടിപ്ലിസിറ്റി ഓഫ് വർക്ക് ഇൻ ഗവൺമെൻറ് ഓഫീസുകളിൽ എന്താണ് എക്സ്ട്രാവഗൻസസ് ഉണ്ടാകുമ്പോൾ അവിടെ മൾട്ടിപ്ലിസിറ്റി ഓഫ് വർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഡിഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷനും എന്തിന് കാരണമാകുന്നുണ്ട്? പബ്ലിക് എക്സ്പെൻഡിച്ചറിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഡിഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഉണ്ടാവുന്ന ഗ്രോത്ത് ഇൻ എക്സ്പെൻഡിച്ചർ ഒരിക്കലും നമുക്കൊരു യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് അതായത് ഒരു ഇക്കോണമിക്ക് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാകുന്നില്ല. ഓക്കെ, ഇനി 12ാമത്തെ ഒരു റീസണാണ് ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യലിസ്റ്റ് structure of the government. The growth of democracy and socialism has been responsible for the public expenditure to a greater extent. അതായത് നമ്മളുടെ ഒരു ഇക്കോണമിയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആണ് നമ്മുടെ. അപ്പോൾ അവിടെ എന്തായിരിക്കും? എപ്പോഴും പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടുതലായിരിക്കും. ഇനി അടുത്ത റീസണാണ് സർവീസിങ് എ ലാർജ് പബ്ലിക് ഡെറ്റ്. മോഡേൺ ഗവൺമെൻറ്റ്സ് റിക്വയർ ഹ്യൂജ് ഫിനാൻസ് ഫോർ ഇറ്റ്സ് വേരിയസ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്. ഇപ്പം ഗവൺമെൻറ്റ്സിന് ഒത്തിരി എന്ത് വേണ്ടി വരാറുണ്ട്? ഫിനാൻസ് വേണ്ടി വരാറുണ്ട് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിന്. അപ്പോൾ അത് ടാക്സേഷൻ എന്ന് പറയുന്ന ആ ഒരു സോഴ്സ് ഓഫ് റവന്യൂ മാത്രം നമ്മൾ കണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത്തരം ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് നടപ്പിലാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇൻറ്റേർണൽ ബോറോയിങ്ങിലേക്കും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ബോറോയിങ്ങിലേക്കും മാറും. അപ്പോൾ അതിനെന്താണ്? ഇറ്റ് ഹാസ് ടു പേ ഇൻട്രസ്റ്റ്. അതിന് ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും, ക്യാപിറ്റൽ റീപേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ പബ്ലിക് എക്സ്പെൻഡിച്ചറിലേക്ക് നയിക്കും. പിന്നെ അടുത്തൊരു റീസണാണ് നാഷണൽ ഇൻകത്തിൽ വരുന്ന ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം ഇസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദ റേസിംഗ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ബിക്കോസ് ഇറ്റ് ലീഡ്സ് ടു economic development of the country. As a result, public revenue increases by the method of taxation, which in turn സ്റ്റിമുലേറ്റ്സ് ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ. അപ്പോൾ നാഷണൽ ഇൻകം കൂടുമ്പോൾ അവിടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു, അതുവഴി പബ്ലിക് റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നു, അതുവഴി ടാക്സേഷൻ കൂടുന്നു. വീണ്ടും ഇതെന്ത് ചെയ്യുന്നു? പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇനി അടുത്തൊരു റീസണാണ് സോഷ്യൽ പ്രോഗ്രസ് വിത്ത് ദ എയിം ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ എയിമോട് കൂടിയിട്ട് സ്റ്റേറ്റ്സ് ഒരുപാട് പുതിയ ഫങ്ഷൻസ് അണ്ടർടേക്ക് ചെയ്യുന്നുണ്ട്. അതായത് അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, സ്കെഡ്യൂൾഡ് ട്രൈബ്സ്, ഡെവലപ്മെൻറ്റ് ഓഫ് ട്രൈബൽ ഏരിയാസ്, ബാക്ക്വേർഡ് ക്ലാസസ്, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി. ഇവരൊക്കെ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പലതരത്തിലുള്ള സ്കീമുകൾ കൊണ്ടുവരും. അപ്പോൾ അതിനൊക്കെ നമുക്ക് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആവശ്യമായി വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഇനി വരുന്നത് തിയറീസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചറാണ്. അതപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് മീനിങ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, അതുപോലെ തന്നെ ഇന്ത്യയിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടാനുള്ള റീസൺസും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള പലതരത്തിലുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ പറ്റിയിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.